ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് കരളിനെ കുറിച്ചാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ത്വക്ക് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനാണ് കെ. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ എ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നത് കരളിൽ വച്ചാണ്. ക്യാരറ്റിൽ ധാരാളമായി കാണപ്പെടുന്ന ബീറ്റ കരോട്ടിൻ കരളിൽ വച്ച് വൈറ്റമിൻ എ ആയി മാറുന്നു. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതും കരളാണ്. കരളിന് 2 ലോബുകളാണുള്ളത്. കരളിൻ്റെ വലത്തെ ലോബിൻ്റെ അടിവശത്തായി കാണപ്പെടുന്നത് പിത്താശയം. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വിഷപദാർത്ഥമാണ് യൂറിയ. യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.